everyone, welcome back to Learn Semantics. അപ്പോൾ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. എല്ലാവരും അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. മെയ് 2-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ ഈ ഒരു എക്സാമിനെ ബേസ് ചെയ്തിട്ട് അതിന്റെ സിലബസും എക്സാം പാറ്റേണും നമ്മൾ എന്തൊക്കെ ടോപ്പിക്സ് ആണ് അതിൽ മെയിൻ ആയിട്ട് പഠിക്കേണ്ടത് എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു ഡിസ്കഷൻ ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഹൈക്കോർട്ട് അസിസ്റ്റന്റിന്റെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ഫ്രീ ക്ലാസ്സസ് ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സസ് ഒക്കെ കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് നോക്കാം. ഹൈക്കോർട്ട് അസിസ്റ്റന്റിന്റെ എക്സാം പാറ്റേൺ എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ടെസ്റ്റ് ഉണ്ടാവും, ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് ഉണ്ടാവും, പിന്നെ ഇന്റർവ്യൂ ഉണ്ടാവും. ഒബ്ജക്റ്റീവ് ടെസ്റ്റ് എന്ന് പറയുന്നത് 100 മാർക്കിന്റെ 100 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. അതിലും നെഗറ്റീവ് മാർക്സ് ഉണ്ട് കേട്ടോ. ഇൻകറക്റ്റ് ആയിട്ടുള്ളതിന് നമുക്ക് നെഗറ്റീവ് മാർക്കിംഗ് 1/4 മാർക്ക് നെഗറ്റീവ് മാർക്കായിട്ട് വരുന്നുണ്ട്. സിലബസ് നോക്കുകയാണെങ്കിൽ ഇംഗ്ലീഷ് വരുന്നുണ്ട്, ജനറൽ ഇംഗ്ലീഷ്, ജനറൽ നോളജ്, ബേസിക് മാത്തമാറ്റിക്സ് ആൻഡ് റീസണിങ്. 3 പാർട്ടായിട്ടാണ് സിലബസ് കിടക്കുന്നത്. അതിൽ തന്നെ നോക്കിയാൽ മനസ്സിലാവും നമ്മുടെ ഇംഗ്ലീഷ് ആണ് ഹൈക്കോർട്ട് അസിസ്റ്റന്റിന്റെ മെയിൻ ആയിട്ടുള്ള ആള്. ഇംഗ്ലീഷ് 50 മാർക്കിനും ഇംഗ്ലീഷ് ആണ് ചോദിക്കുക. 40 മാർക്കിന് GK, അതേപോലെ തന്നെ 10 മാർക്കിനാണ് മാത്സ് വരുന്നത്. ഓക്കെ, ഇതിന്റെ സിലബസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള ടോപ്പിക്കുകൾ എടുത്തു പറഞ്ഞിട്ടില്ല, വെയ്ഗ് ആയിട്ടുള്ള ഒരു സിലബസ് ആണ്. അപ്പം ഒരുപാട് നമുക്ക് കവർ ചെയ്യാനുണ്ട്. അപ്പൊ എളുപ്പമായിട്ട് നമ്മൾ സിലബസിനെ ക്രാക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് അതനുസരിച്ച് ഏതൊക്കെ മേഖലകളിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് നോക്കിയിട്ട് പഠിക്കണം. ഓക്കെ, ഇനി ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ 60 മിനിറ്റിന്റെ 60 മാർക്കിന്റെ എക്സാം ആണ്. അതും അതേ ദിവസം തന്നെയാണ് നടക്കുക. അതിനകത്ത് പ്രസ്സി ഉണ്ടാവും, കോംപ്രിഹെൻഷൻ വരും, അതേപോലെ തന്നെ ഷോർട്ട് എസ്സേയും ഉണ്ടാവും. ഓക്കെ, പിന്നെ തേർഡ് സ്റ്റേജ് ആണ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. ഇന്റർവ്യൂവിന് 10 മാർക്കാണ്. അതിൽ തന്നെ 35% മാർക്ക് ഉള്ളവരാണ് അവര് റാങ്ക് ലിസ്റ്റിൽ ചേർക്കുന്നുള്ളൂ. പിന്നെ ഒരു കാര്യം നോട്ടിഫിക്കേഷനിൽ എടുത്തു പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്ജക്റ്റീവ് ടെസ്റ്റിന് 40%, കണ്ടോ, 40%. അപ്പൊ ഷോർട്ട് ലിസ്റ്റിന് ഇന്റർവ്യൂവിന് വിളിക്കുന്നതിനുള്ള ഷോർട്ട് ലിസ്റ്റിൽ പരിഗണിക്കണമെങ്കിൽ 40% മാർക്ക് ഒബ്ജക്റ്റീവ് ടെസ്റ്റിന് ഉണ്ടാകണം. 40% ഒബ്ജക്റ്റീവിന് ഉണ്ടെങ്കിൽ മാത്രമേ അവരെന്ത് ചെയ്യുള്ളൂ? ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ വാല്യൂ ചെയ്യുള്ളൂ. അങ്ങനെ ഡിസ്ക്രിപ്റ്റീവിന്റെയും നമ്മുടെ ഒബ്ജക്റ്റീവിന്റെയും മാർക്ക് നോക്കിയിട്ടാണ് ഇന്റർവ്യൂവിനുള്ള ഷോർട്ട് ലിസ്റ്റ് ഇടുന്നത്. പിന്നെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് ഇന്റർവ്യൂവിന് മിനിമം 35% മാർക്ക് ഉള്ളവരാണ് അവര് മെയിൻ റാങ്ക് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഒബ്ജക്റ്റീവിന് നമുക്ക് മിനിമം 40% മാർക്ക് വേണം. പിന്നെ ഡിസ്ക്രിപ്റ്റീവിന് പ്രത്യേകിച്ച് ഒരു കട്ട് ഓഫ് ഒന്നുമില്ല. ഡിസ്ക്രിപ്റ്റീവിന് നമുക്ക് എത്ര മാർക്ക് കിട്ടണോ അത് ഇതിന്റെ കൂടെ ആഡ് ചെയ്യാണ് ചെയ്യാം. ഓക്കെ, ലാസ്റ്റ് റാങ്ക് ലിസ്റ്റ് ഇടുമ്പോൾ ഒബ്ജക്റ്റീവിന്റെയും ഡിസ്ക്രിപ്റ്റീവിന്റെയും ഇന്റർവ്യൂവിന്റെയും 3ന്റെയും കൂടെ കൂട്ടിയിട്ട് ആണ് ഫൈനൽ റാങ്ക് ലിസ്റ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ നമ്മൾ ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ആദ്യം തന്നെ നന്നായിട്ട് സിലബസ് നമ്മൾ നോക്കുക, സിലബസ് അനലൈസ് ചെയ്യുക, എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പഠിക്കേണ്ടതെന്ന്. ഓക്കെ, ഇംഗ്ലീഷ് പഠിക്കണം, GK പഠിക്കണം, മാത്സ് പഠിക്കണം. അതിൽ നിന്ന് തന്നെ നമ്മൾ മെയിൻ ആയിട്ട് എന്താ പഠിക്കേണ്ടത്? ഇംഗ്ലീഷ് നമുക്ക് എന്തായാലും ഒഴിവാക്കാൻ പറ്റില്ല, ഇംഗ്ലീഷ് പഠിച്ചേ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ ഇംഗ്ലീഷ് മെയിൻ ആയിട്ട് നമ്മൾ സിലബസിൽ നോക്കേണ്ട സംഭവം തന്നെയാണ്. പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നേരത്തെ പറഞ്ഞല്ലോ, സിലബസ് വേഗം ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം എന്തൊക്കെ നമ്മൾക്ക് പഠിക്കണം എന്നുള്ള ഒരു ഐഡിയ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കി റിസർച്ച് ചെയ്തിട്ട് തന്നെ വേണം പഠിക്കാൻ. ഓക്കെ, പിന്നെ സ്മാർട്ട് സ്റ്റഡി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ നമ്മൾ ഒരുപാട് വലിച്ചു വാരി പഠിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. എന്ത് പഠിക്കണം എന്നുള്ളത് നോക്കി, അതാണ് പറഞ്ഞത്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കി ഏതൊക്കെ ടോപ്പിക്കിൽ നിന്നാണ് മെയിൻ ആയിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്, റിപ്പീറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് നമ്മൾ പഠിക്കണം. അതേപോലെ തന്നെ നമ്മൾ എപ്പോഴും നമ്മുടെ സ്ട്രോങ് ആയിട്ടുള്ള ഫീൽഡ് നോക്കിയിട്ട് അത് മാക്സിമം പഠിക്കാം. ഇപ്പൊ ചിലർക്ക് മാത്സ് നല്ല എളുപ്പമായിരിക്കും, ചിലർക്ക് ഇംഗ്ലീഷ് എളുപ്പമായിരിക്കും, ചിലർക്ക് GK എളുപ്പമായിരിക്കും. അപ്പൊ നമുക്കറിയാം നമ്മുടെ തന്നെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും എന്താണ്. അപ്പൊ നമ്മുടെ സ്ട്രോങ് ആയിട്ടുള്ള സബ്ജക്ട്സ് നല്ലോണം പഠിക്കുക, വീക്ക് ആയിട്ടുള്ള സബ്ജക്റ്റും നമ്മൾ ഒന്ന് പോളിഷ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, പിന്നെ ഈ GKയിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫാക്ട്സ് അബൌട്ട് ഇന്ത്യ ആൻഡ് കേരള എന്ന് പറയുമ്പോൾ അതിനകത്ത് നമുക്ക് ഹിസ്റ്ററിയും ജോഗ്രഫിയും ഉണ്ട്. അപ്പൊ അത് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കുന്ന സമയത്ത്
ഹിസ്റ്ററിയിൽ നിന്ന് സോഷ്യൽ റിഫോംസ്, മൂവ്മെന്റ്സ്, റിനൈസൻസ് ലീഡേഴ്സ്, ആ ഭാഗത്തു നിന്നൊക്കെ എപ്പോഴും ക്വസ്റ്റ്യൻസ് വന്ന് കണ്ടിട്ടുണ്ട്. അപ്പൊ ആ ഭാഗം ഫോക്കസ് ചെയ്തിട്ട് പഠിക്കാം. ജോഗ്രഫി ആവുമ്പോഴത്തേക്കും അതിനകത്ത് നമ്മൾ റിവേഴ്സ്, ഡാംസ്, പിന്നെ മൾട്ടിപർപ്പസ് പ്രൊജക്റ്റുകൾ, അങ്ങനെയുള്ള ടോപ്പിക്കിൽ നിന്നൊക്കെ കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. കറണ്ട് അഫയേഴ്സും ഹൈക്കോർട്ട് അസിസ്റ്റന്റിന് മെയിൻ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതായത് കറണ്ട് അഫയേഴ്സ് നമ്മൾ നല്ലോണം പഠിച്ചിരിക്കണം. കഴിഞ്ഞ വർഷത്തെ കറണ്ട് അഫയേഴ്സ് കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. മെയിൻലി ഈ സയൻസ് ആൻഡ് ടെക്നോളജി മേഖലകളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ്, അവാർഡുകൾ, പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേയ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് നോക്കി പഠിക്കണം. IT ഇൻഫർമേഷൻ ടെക്നോളജി നോക്കുന്ന സമയത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആക്ടുകൾ, ലോസ്, സൈബർ ലോസ് എന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകൾ, സോഫ്റ്റ്വെയർ, ഹാർഡ്വെയർ, ഇങ്ങനത്തെ കാര്യങ്ങളിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരും. കോൺസ്റ്റിറ്റ്യൂഷന് ആർട്ടിക്കിൾസ്, അമെൻമെന്റ്സ്, അത് എല്ലാ ഇപ്പൊ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാ പരീക്ഷയ്ക്കും ഈ ആർട്ടിക്കിൾസ് എന്നും അമെൻമെന്റ്സ് എന്നും ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ ഈ ജനറൽ സയൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമ്മൾ ഒരുപാട് സമയം കളയാണ്ടിരിക്കണം നല്ലത്. അപ്പൊ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയിലെ ബേസിക് ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ്, ഇപ്പൊ നമ്മൾ PSC പഠിക്കുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് നോക്കാം. സയൻസ്, കാരണം സയൻസ് നമുക്ക് ജനറൽ സയൻസ് എന്ന് മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പോൾ എന്തൊക്കെ പഠിക്കണം എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. അപ്പൊ എന്ത് വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പൊ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാം. പിന്നെ എൻവയോൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും വന്നു കേട്ടിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ഓസോൺ ലെയർ, ഗ്രീൻ ഹൗസ് ഗ്യാസ്, അങ്ങനത്തെ എൻവയോൺമെന്റ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസും കൂടെ നോക്കാം. മാത്സും റീസണിങ്ങും പഠിക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ കോമ്പറ്റേറ്റീവ് പരീക്ഷകൾക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് പഠിക്കാവുന്നതാണ്. സീക്വൻസ്, സീരീസ്, സിംപ്ലിഫിക്കേഷൻ, ഡെസിമൽ ഫ്രാക്ഷൻ, പെർസെൻറ്റേജ്, ആവറേജ്, ടൈം ആൻഡ് വർക്ക്, സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ്, സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, പിന്നെ ഡയറക്ഷൻസ്, സെറ്റ്, കോഡിംഗ്, ഡീകോഡിംഗ്, പ്രോബബിലിറ്റി, ഇങ്ങനത്തെ ടോപ്പിക്സ് എന്നെല്ലാം റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. പിന്നെ ഹൈക്കോർട്ട് അസിസ്റ്റന്റിന്റെ എക്സാമുകൾക്കൊക്കെ നമ്മൾ സാധാരണ കണ്ട പോലത്തെ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ ആയിരിക്കില്ല ഉണ്ടാവുക. ഓക്കെ, മാത്സ് റീസണിങ്ങും ക്വസ്റ്റ്യൻസ് ശരിക്കും പറഞ്ഞാൽ സിമ്പിൾ ആയിരിക്കും, പക്ഷെ അവരുടെ ഒരു പ്രസന്റേഷൻ ഇത്തിരി വ്യത്യാസം ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ SSC ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കണം. അതേപോലെ ഹൈക്കോടതിയിൽ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കണം. അപ്പൊ നമുക്ക് പെട്ടെന്ന് ചോദ്യങ്ങൾ കാണുമ്പോൾ ഏത് രീതിയിൽ അതിനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇംഗ്ലീഷിലേക്ക് വരുമ്പോഴത്തേക്കും ഇംഗ്ലീഷിൽ നമുക്ക് ഗ്രാമറും വൊക്കാബുലറി രണ്ടും ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കണം. ഇംഗ്ലീഷിൽ നിന്ന് ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് വരിക. ഓക്കെ, അപ്പൊ അതിൽ നമുക്ക് സിനോണിംസ്, ആന്റണിംസ്, ഈ ബോൾഡ് ആയിട്ട് ഞാൻ കൊടുത്തിരിക്കുന്നത് ഉള്ള ടോപ്പിക് എന്ന് പറയുന്നത് എല്ലാ പരീക്ഷയിലും ചോദിച്ചിട്ടുണ്ട്. അതായത് ഈ ഒരു ഭാഗത്തുനിന്ന് എന്തായാലും ക്വസ്റ്റ്യൻ ഉണ്ടാവും. അങ്ങനെയുള്ളതാണ് ഞാൻ ഈ ബോൾഡ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. എല്ലാം പഠിക്കണം, എന്നാലും റിപ്പീറ്റഡ് ആയിട്ട് എല്ലാ പേപ്പറിലും കണ്ടിട്ടുള്ള ആ ടോപ്പിക്സ് ആണ് ഞാൻ ബോൾഡ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പൊ സിനോണിംസ്, ആന്റണിംസ്, വൺ വേർഡ്, ഫ്രേസൽ വെർബ്, ഫോറിൻ ഫ്രേസസ്, ഇഡിയംസ്, പ്രിഫിക്സ്, സഫിക്സ്, സ്പെല്ലിംഗ്, പിന്നെ കളക്റ്റീവ് നൗൺ, സിംഗുലർ, പ്ലൂറൽ, കോമ്പൗണ്ട് വേർഡ്സ്, ആർട്ടിക്കിൾസ്, ക്വസ്റ്റ്യൻ ടാഗ്, ടെൻസ്, കണ്ടീഷണൽ സെന്റൻസുകൾ, സ്പോട്ട് ദി എറർ, പ്രിപ്പോസിഷൻ, ഡിഗ്രി ഓഫ് കമ്പാരിസൺ, ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ്, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ്, ദ യൂസ് ഓഫ് കോറിലേറ്റീവ്സ്. അപ്പം ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ ഒരുപാട് ടോപ്പിക്സ് ഉണ്ട്. നമ്മൾ ഡീപ്പായിട്ട് പഠിക്കുമ്പോൾ ഒരുപാടുണ്ട്. എന്നിരുന്നാലും ഈ ഒരു ടോപ്പിക് എങ്കിലും നമ്മൾ നല്ലോണം കവർ ചെയ്തിട്ട് പോണം. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾക്ക് എവിടുന്നൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് കിട്ടുമോ അവിടുന്നൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ഡെയിലി നമ്മൾ ഇങ്ങനെ വൊക്കാബുലറി ഒക്കെ ഇമ്പ്രൂവ് ചെയ്യണമെന്ന് വെച്ചാൽ ആലോചിച്ച് നോക്കുക. നമ്മളൊരു ലാംഗ്വേജിന്റെ വൊക്കാബുലറി എന്ന് പറഞ്ഞാൽ എത്ര വേർഡ്സ് ഉണ്ടാവും, നമുക്ക് എന്തൊക്കെ പഠിക്കാൻ പറ്റും. അപ്പോൾ മാക്സിമം നമുക്ക് പറ്റാവുന്ന വേർഡ്സ് ഒക്കെ നമ്മൾ കളക്ട് ചെയ്തിട്ട്, പറ്റാവുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ കളക്ട് ചെയ്തിട്ട് പഠിക്കാം. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏകദേശം എവിടുന്നൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. പിന്നെ ഹൈക്കോർട്ട് അസിസ്റ്റന്റിന്റെ എക്സാമ്പിള് ലീഗൽ വേർഡ്സ്, ലീഗൽ കോർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വേർഡ്സ് ഒക്കെ ചോദിക്കും, ഫ്രേസസും വേർഡ്സും ഒക്കെ ചോദിക്കും. അതേപോലെ തന്നെ ക്വസ്റ്റ്യൻസും ഹൈക്കോർട്ട്, സുപ്രീം കോർട്ട്, ലോ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും ചില ടേംസും ഒക്കെ
ചോദിക്കാറുണ്ട്. അപ്പൊ അതും നമ്മൾ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. അപ്പൊ വേഗം തന്നെ എല്ലാവരും പഠിച്ചു തുടങ്ങുക. അടുത്ത ആഴ്ച തൊട്ട് നമ്മൾ ഫ്രീ ക്ലാസ്സസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതെല്ലാം കണ്ടിട്ട് നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ട് കൃത്യമായിട്ട് ഒരു ടൈം ടേബിൾ വെച്ചിട്ട് എല്ലാവരും പഠിച്ചു തുടങ്ങുക. അപ്പൊ നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.